സാധാരണ രീതിയിൽ നട്ടുച്ചയ്ക്ക് ഒരാളും ഉണ്ടാവാത്തൊരു സ്ഥലമാണിത്. ആ സ്ഥലത്താണ് ഇതാ ഇത്ര ആളുകളും ഇത്രയും ബഹളമൊക്കെ പെട്ടെന്ന് വന്നത്. നമ്മളിത് ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഇതാ നമ്മുടെ ആൾക്കാരുണ്ട്, നമ്മുടെ സുനിൽ അല്ലേ? സുനിൽ ഈ പ്രദേശത്ത് ഉണ്ടായപ്പോ അറിഞ്ഞില്ല, അത് കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചു ചോദിച്ചു. അല്ലെ, എന്ത് പറഞ്ഞു അമ്മയൊക്കെ? അമ്മ പറഞ്ഞു അടുക്കള വശത്ത് കൂടി ഒരു സൗണ്ട്, ഇടിമിന്നൽ വെട്ടിയ മാതിരി, വെടി വെട്ടിയ മാതിരി ഒരു സൗണ്ട് വന്നു ശബ്ദം. അല്ലാതെ വേറെയുള്ളൊരു സൗണ്ട് ഒന്നും കേട്ടില്ല. പിന്നെ ഭൂമിക്ക് വേറെ സംഭവിച്ചിട്ടൊന്നുമില്ല. വിറയല് അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ടൗണിലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. നമ്മളൊക്കെ ഇവിടെ തന്നെ ആൾക്കാരാണ്. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. സൗണ്ട് നമ്മൾ കേട്ടില്ല. അപ്പോൾ സ്കൂളിൽ തൊട്ടടുത്ത് നമ്മൾ മോള് സ്കൂൾ എടക്കൽ സ്കൂൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എടക്കൽ സ്കൂൾ പഠിക്കുമ്പോൾ സൗണ്ട് ഉണ്ടായി, സ്കൂൾ വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മോളെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു. സ്കൂൾ വിട്ടു എടക്കൽ സ്കൂൾ വിട്ടു. എടക്കൽ സ്കൂൾ കേട്ട് ഒരു 11 മണിയായപ്പോൾ ടീച്ചേഴ്സ് സൗണ്ട് കേട്ടുന്നു. അത് 11 മണിയാകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കിയാണ്. ഫുഡ് ഉണ്ടാക്കി ഒരു 12:45 സ്കൂളെല്ലാം വിട്ട് പിള്ളേരൊക്കെ ചെറിയ സ്കൂളാണ്. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ വലിയ ടെൻഷൻ. നമ്മളിവിടെ കുറച്ച് ആൾക്കാർ ആളൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും അധികം. ഞങ്ങളിവിടെ ലോഡ് ഇറക്കാൻ വരുമ്പോൾ 3-4 ആൾക്കാരൊക്കെ കാണാറുള്ളൂ. ഈ കടയാലും പിന്നെ 2 ഈ ടൈലർ ഷോപ്പും അല്ലാതെ വേറെ കടകളൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞപ്പോ അച്ചോ നമസ്കാരം. ഈ ഇടവകയാണോ? ഞാൻ 1000 കിലോ താമസിക്കുന്നത്. അടുത്ത് എങ്ങനെയുണ്ട്? വലിയ ബഹളൊക്കെയാണെന്നാണല്ലോ ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ ഓട്ടോറിക്ഷ കേട്ടു. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കേട്ടവരുണ്ട്, പിന്നെ കേൾക്കാത്തവരുണ്ട്. പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. എന്താ പറയണേ നമ്മുടെ ആൾക്കാർ? കേട്ടവരൊക്കെ എന്താ പറയണേ? എന്താ പറഞ്ഞ ആദ്യം പറഞ്ഞില്ല, സൗണ്ട് കേട്ടവരുണ്ട്, അറിയാത്തവരുണ്ട്. വല്ലാണ്ട് ഒരു വിറ പാഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. വീടിന് വിള്ളലൊക്കെ കേട്ടെന്ന് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇതൊക്കെ റൂമേഴ്സ് മാത്രമേ ഉള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് വരുന്ന സമയത്ത് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ വിവരങ്ങൾ ഇനിയും കിട്ടണം. അത് ജിയോളജി വകുപ്പ് വന്ന് നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് മോത്തി അതുപോലെയാണ്. ഇത് ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഉണ്ടാവാത്ത ഒരു പ്രദേശത്ത് പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാവാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പക്ഷെ ഇതിൽ എഴുതി കാണിക്കുക ഭൂമി വിൽക്കല്ലാന്ന് എഴുതി കാണിക്കുന്നില്ല ചാനലിലോ. ഭൂമി വിൽക്കാൻ ഇതുവരെ ആരും സംഭവിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കണ്ട് ഭൂമി വിൽക്കത്തിന്റെ രേഖ ഒന്നുമില്ല. പക്ഷെ ആൾക്കാർ പേടിയാണ്. എല്ലാവരും അത് കേട്ട് വന്നതാണ്. ചലനമായി നിങ്ങൾ തോന്നിയിട്ടുള്ളത് ഒരു ചെറിയ ഒരു നെട്ടൽ ഇങ്ങനെ വന്നില്ല. എല്ലാവർക്കും കൂടി നെട്ടല് വന്ന് ചെറിയ ചാനൽ ഇങ്ങനെ ചെറിയ നെട്ടൽ വന്നു. 10 ടെൻഷൻ ഒക്കെ 10:15 വരുന്നുണ്ട്. ആ ടെൻഷൻ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ലേശം കുറഞ്ഞു. ചാനലൊക്കെ വരാൻ തുടങ്ങിയപ്പോ ലേശം കുറഞ്ഞു. ആൾക്കാർക്ക് ഇങ്ങോട്ടാ നോക്കിയത്. ഇവിടെ എവിടെ സംഭവം നോക്കുമ്പോ ഇവിടെ അല്ലായിരുന്നു. പിന്നെ ആ ഒരു പേടിയാണ് മാറി കിട്ടിയത്. മൊത്തം ഇതിലിപ്പോ പെട്ടെന്ന് വയനാട്ടിലെ കാര്യങ്ങൾ അറിയാലോ. മേപ്പാടി വലിയ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നപ്പോ നാട്ടുകാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. ആ പേടി ഇതാ ഇനി തീർന്നിട്ടില്ല. ആ വിധത്തിലാണ് എന്തെല്ലാരും പറയണേ? ഇവിടെ സംഭവിച്ചപ്പോ ഈ ഒച്ച കേട്ടപ്പോൾ ഞാൻ ബത്തേരിയുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒച്ച കേട്ടപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് വേറെ സംഭവം ഒച്ച കേട്ടപ്പോൾ ആരെങ്കിലും ഉണ്ടോ? കണ്ടോന്നറിയില്ല. ഞാൻ ഒച്ച കേട്ടായിരുന്നു. കണ്ടാളോ ആദ്യം പറയട്ടെ, എന്നിട്ട് കേട്ടപ്പോൾ പറയാം. ഞാൻ ഒച്ച കേട്ടിരുന്നു. വലിയൊരു സൗണ്ട്. നമുക്ക് ഒരു മഴയുടെ മുമ്പ് ചെറിയൊരു ഇടി കൂട്ടില്ലേ? എന്റെ ഷെഫീഖാണ്. ഇടി പൊട്ടുന്ന സൗണ്ട് അതിനെ കേട്ടത്. അപ്പം നമ്മൾ വിചാരിച്ചു സാധാരണ നമുക്കൊരു കൂനിയുടെ ഒക്കെ പൊട്ടും. നമ്മൾ വയനാട്ടിൽ അങ്ങനെ ഉണ്ട്. മഴ മാറി നിൽക്കുന്ന സമയത്ത് ഒരു കൂനിയുടെ ഒക്കെ തോന്നി. അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് പൊട്ടിയുണ്ടായത്. ആ സൗണ്ട് കേട്ട് നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ വേറെ വിഷയങ്ങളൊന്നും കേട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ന്യൂസിൽ അവിടെ കേട്ടത്. അങ്ങനെ വീട്ടിലായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂലിങ്ങൊന്നും അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു കൂനിടി പൊട്ടി അങ്ങനെ സൗണ്ട് ഇട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി. അത്രയും അങ്ങനെ ഞങ്ങൾ വിചാരിച്ചോളൂ. വീട്ടിൽ മഴയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. 10 മണി 10:15 സംഭവം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളവിടെ അങ്ങനെ കുലുങ്ങി അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സൗണ്ട് കേട്ടു ഞങ്ങൾ ഞങ്ങളെല്ലാം പുറത്തിറങ്ങി നോക്കി എന്താ സംഭവം എന്നുള്ളത്. സ്കൂൾ വിട്ടു. പിള്ളേർ ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ വീട്ടിലെത്തി. അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ഇപ്പോഴത്തെ നേരത്തെ ടെൻഷൻ ഇപ്പൊ അറിയാൻ പോകത്തില്ല. ഇല്ല. അതൊരു ശബ്ദം മാത്രം കേട്ട അതിന്റെ പ്രശ്നമുള്ളൂ. വേറെ മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷന്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ഒരു ശബ്ദം കേട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പൊ എന്നാലും മൊത്തം വയനാട്ടിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേടി, അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രം ഉള്ളിലൊരു ഭയം അല്ലേ? ആ ആദ്യത്തെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഒരു ചൂരൽമലയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു നിൽക്കുകയാണല്ലോ. അതുകൊണ്ടൊരു ഉള്ളിലൊരു ആന്തലുണ്ടായിരുന്നു എല്ലാവർക്കും. അത് പക്ഷേ ഇപ്പോൾ എല്ലാവരും കുറച്ചും കൂടി നോർമൽ ആയിട്ടുണ്ട് അല്ലേ?
ഉച്ചയ്ക്കൊന്നും ഈ ഭാഗത്ത് കാണാറില്ലാത്ത ആൾക്കാരല്ലേ? അതെ അതെ, സൗണ്ട് കേട്ടും സത്യമാണ്. പക്ഷെ എന്താ അത് എന്താ ഏതാന്നുള്ളത് കാരണം നമ്മൾ തറവാട് വീട്ടിലേക്ക് സൗണ്ട് കേട്ട് എന്നെ വിളിച്ചു, അങ്ങനെ ഭീകര സൗണ്ട് കേട്ടു, എന്താണെന്ന് അറിയില്ല, ഇടി മുഴക്കുമ്പോൾ സൗണ്ട് കേട്ടു, എന്താ ഏതാ നമുക്ക് പറയാൻ കഴിയില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. ഇപ്പൊ തിരുവമ്പാടിന്ന് വിളിച്ചു, അവിടെ വരെ ഇതിന്റെ പ്രകമ്പനം. അപ്പൊ എന്താ നമുക്ക് ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിൽ ഈ മലബാർ ഏരിയയിൽ പല സ്ഥലങ്ങളിലും ഒരു സൗണ്ട് കേട്ടു എന്നുള്ളൂ, അല്ലാതെ ഒരു ഭൂമി കുലുക്കായിട്ട് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. സ്കെയില് കാണുന്നില്ല, അങ്ങനെയാണ് കണ്ടത്, കാണിച്ചിട്ടില്ല. ഇതിൽ തന്നെ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ല. ഒന്ന് നമുക്ക് തൊട്ടടുത്ത ബത്തേരി തന്നെയുള്ള അവിടെ നിന്നുള്ള ആൾക്കാർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയുള്ള ആളുകളാണ് ഇപ്പൊ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ല. കാരണം ഈ മേപ്പടിയിൽ അടക്കം ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോ ഇത് എന്താണ് എന്നുള്ള ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഭൂമി കുലുക്കുമ്പോൾ സൗണ്ട് കേട്ടു. ഇവിടേക്ക് വന്നക്കണ കുറെ ആൾക്കാരുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാരുണ്ട്. നമ്മള് ഇവിടെ ഉള്ള ആൾക്കാര് ഇവിടെ ഉള്ള ആളാണോ? പേരെന്താ? എന്റെ പേര് ബാലൻ. 11 മണിയോട് കൂടിയിട്ടെന്ന് പറഞ്ഞു. 10:15 ഏകദേശം ആ സമയത്താണ് ഈ സൗണ്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഒരു നല്ലൊരു മുഴക്കമായിരുന്നു. പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ 2 വീടുകളിൽ ശരിക്കും ഒരു ജർക്കിങ് വന്നു. അവർ വീട്ടിൽ നിന്ന് 2 വീട്ടിലത്തെ ആൾക്കാരും പുറത്തേക്ക് വന്നു. ഒരു CJ ജോസ് എന്ന് പറയും, അവരെ വീട്ടിൽ നിന്ന് അവര് പുറത്തേക്ക് ചാടി വന്നു. പിന്നെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് അവരെ വീടിന്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഒരു ചലനമുള്ള മാതിരി പാത്രങ്ങളൊക്കെ ഇത് അനങ്ങിന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടില് അപ്പോൾ വൈഫൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അവര് സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, അവർക്ക് ചലനം ഒന്നും അറിഞ്ഞില്ല. കണ്ണിലൊരു ചെറിയ പേടി ഇപ്പോഴും ഉണ്ട്? ഇല്ല, അങ്ങനത്തെ പേടിയൊന്നുമില്ല. മീനങ്ങാടി ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ എൻ്റെ മകൻ്റെ ഇവിടെ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ന്യൂസ് ഇങ്ങനെ കേട്ടപ്പോൾ ടെൻഷൻ അടിച്ച് വന്നാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ടോ ഞാൻ ഇടയ്ക്കിൽ പോയി കണ്ടു, വീട്ടിലേക്ക് പറഞ്ഞു. കുഴപ്പമില്ല, ഇല്ല കുഴപ്പമൊന്നുമില്ല. അപ്പം പോത്തി ഇതുപോലെയാണ് പറയുന്നത്. ആളുകൾക്കൊക്കെ ഇതാ കണ്ടില്ലേ, ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.